നല്ല ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. നല്ലോണം നല്ലോണം തല്ലിയിട്ടുണ്ട്. പാവം. അയ്യോ, ഓർക്കാൻ വയ്യ അത്. പാവം ഒരുപാട് തല്ലി, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇങ്ങനെ തല്ലണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഒരാളുടെ മുഖം കണ്ടാൽ അത്ര വിഷമം ഉണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ, ചോദിക്കും. അപ്പോൾ അങ്ങനെ പറയുള്ളൂ. പോലീസുകാരറിഞ്ഞ എല്ലാവരും രക്ഷിക്കാനുള്ള ഒരാളാണ്. അത് അവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അല്ലാത്തതുണ്ട്. അവർ അകത്ത് കൊണ്ടുപോയിട്ട് നല്ലോണം അടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതേപോലത്തെ മക്കളെ അവർ ചെയ്യുമോ, സമ്മതിക്കുമോ? ഇങ്ങനെയൊക്കെ ഇടിക്കാന്ന് പറഞ്ഞാൽ എന്ത് ഇടിയ മർമ്മത്തും മറ്റൊക്കെ അടിച്ചിട്ട് എവിടെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഓടിയെത്തണത് അവനാണ്. നല്ലതായാലും ഇതായാലും സഹായിക്കാനായാലും ആദ്യം എത്തുക ഇത് ഒരു പൂജാരി, അമ്പലത്തിലെ പൂജാരിയാ ഈ കുട്ടി. അമ്മ നാട്ടുകാരുടെ പണിക്കും വീട്ടു പണിക്കും കൂലിപ്പണിക്ക് പോയിട്ട് വളർത്തിണ്ടാക്കുന്ന കുട്ടികളാ. അത്ര കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കുന്ന കുട്ടികളാ അവര്. 20 ലക്ഷം രൂപ തരാമെന്ന് നമുക്ക് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. ഇനി മേലാൽ ഒരാൾക്കും ഇതേമാതിരി അനുഭവം ഉണ്ടാവാൻ പാടില്ല കുന്നോളം സ്റ്റേഷനിൽ. 15-ാം തീയതി കല്യാണം. പേര് തൃഷ്ണ. ചേട്ടന്റെ വാർത്തയെ കേൾക്കുന്നില്ലേ? കേട്ടപ്പോൾ സന്തോഷം. തെളിവ് കിട്ടിയാലും ആദ്യം ഭയങ്കര സന്തോഷം. CCTV ദൃശ്യങ്ങൾ കിട്ടിയാലും ആദ്യം തന്നെ ഭയങ്കര സന്തോഷം. മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നോട് കാര്യങ്ങളൊക്കെ. ആദ്യം പുള്ളിക്കാരൻ്റെ ഇവിടെ പൂരമുള്ളപ്പോൾ സമയത്തേ വന്നിട്ട് ഇവിടെ കിടക്കായിരുന്നു, ഉറങ്ങായിരുന്നു. അപ്പം അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോയുള്ളതാ. അപ്പം അങ്ങനെ ഞാൻ വിളിക്കണ്ട, അന്ന് ഫോണിൽ വിളിക്കുമ്പോൾ എടുക്കണില്ല. അപ്പം ഉമ്മക്ക് അറിയില്ലല്ലോ. പിന്നെ പിറ്റേ ദിവസം വരുമ്പോഴൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടായി. ആ സംഭവം നടക്കുമ്പോൾ തൊട്ട് അറിയാം അല്ലേ? നിങ്ങൾ അടുത്തടുത്തായിരുന്നോണ്ട് അറിയാം. അമ്പലത്തിലേക്ക് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ കേരളവും ഒറ്റക്കെട്ടായിട്ട് എല്ലാ ആൾക്കാരുടെ ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ. സന്തോഷം. എല്ലാവരും ഇതേപോലെ കൂടെ നിൽക്കുക. നല്ലൊരു തുടർച്ചയാകണം ഒരു 15-ാം തീയതിക്ക് ശേഷം. നല്ല ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. നല്ലോണം തല്ലിയിട്ടുണ്ട്. പാവം. അയ്യോ, ഓർക്കാൻ വയ്യ അത്. കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. അയ്യോ, ഓർക്കാൻ വയ്യ ഒന്നും. പിന്നെ വിഷമം പറയൂലേ, പറഞ്ഞിട്ടുണ്ട്. നല്ലോണം വേദനിച്ചിട്ടുണ്ട്. പാവം ഒരുപാട് തല്ലി, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇങ്ങനെ തല്ലണ്ടായിരുന്നില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ട് തല്ലണോണ്ട് ഒരു കുഴപ്പമില്ല. അത് ഒരു തെറ്റും ചെയ്യാതെയാണ് തല്ലുന്നതേ. അങ്ങനെ ഒരുമാതിരി അടിച്ച് ആകെ പരിവായി. അങ്ങനെ സങ്കടാവും ഒരവസ്ഥ. അതൊട്ടും പറയില്ലേ, നമ്മൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഒരാളുടെ മുഖം കണ്ടാൽ അത്ര വിഷമം ഉണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ, ചോദിക്കും. അപ്പോൾ അങ്ങനെ പറയുള്ളൂ. ഒരുപാട് വിഷമങ്ങളൊന്നും പറയില്ല ആരുടെ അടുത്തും. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണമെന്നേ ഉള്ളൂ. അവനവൻ്റെ വിഷമങ്ങളൊക്കെ ഉള്ളിലുള്ളൂ. അവനവൻ്റെ വിഷമങ്ങൾ ആരുടെ അടുത്തൊന്നും പറയില്ല. അങ്ങനെ പാവാ. 4 വർഷം അറിയാം. 4 വർഷം. ഇപ്പം 5-ാമത്തെ വർഷം അവനാ പോണത്. ഈ ചെറുപ്പം തൊട്ടേ അറിയാം. പിന്നെ അങ്ങനെ ആയി. ഓണപ്പം ഞാൻ ഇവിടെ അല്ല നിക്കണേ, ഞാൻ ഏട്ടൻ്റെ വീട്ടിലാണ് നിക്കണേ. അപ്പോൾ ഓണായില്ലേ, ഓണായപ്പോ വന്നതാ. പിന്നെ ഇപ്പൊ ഇവിടെ നിന്നപ്പോ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വന്നതാ. എന്റെ വീട്ടിലെ അച്ഛനമ്മ അനിയത്തി. നല്ലൊരു കല്യാണ ആശംസകൾ. നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, പുതിയൊരു തുടക്കമാകട്ടെ രണ്ടുപേർക്കും. ഇതുവരെയുള്ള ശുചിത്വത്തിന്റെ വിഷമങ്ങളൊക്കെ മാറട്ടെ. നല്ലൊരു വളർച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിലൊക്കെ ഉണ്ടാകും കേട്ടോ. ശുചിത്വം അത്രയും നല്ലൊരു ആളാണ്, മോനാണ്. ഒരു വലിക്കുകയോ കുടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തി. എന്തൊരു നാട്ടിലൊരു കാര്യം ഉണ്ടെങ്കിലും ഓടിയെത്തണത് അവനാണ്, എല്ലാവരും സഹായിക്കാനൊക്കെ. അവൻ കഴിഞ്ഞിട്ടുള്ള മറ്റുള്ളവരൊക്കെ അറിഞ്ഞിട്ട് വരിക. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടിയായിട്ട് എപ്പോഴും വരുന്നതാ. അവൻ ഇങ്ങനെ ഒരു സംഭവിച്ചെന്ന് പറയുമ്പോഴേ കുറച്ച് നേരത്തെ നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ തന്നെയാണ് പിന്നെ കാണാത്തതേ. എന്നിട്ട് ആ ഒരു 10 സെക്കൻഡ് ആകുമ്പോഴേക്കാണ് ഈ വാർത്ത അറിയുന്നത്. ഞങ്ങള് അതിന്റെ ഇടയിൽ നിന്നാണ് പോയില്ലത്. ഞങ്ങള് നോക്കുമ്പോഴേ മേലോർത്ത് ഇങ്ങനെ എന്തോ നടക്കണ്ടെന്ന് അറിഞ്ഞിട്ട് മൂപ്പർക്ക് ആരെ വിളിച്ചപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് അവൻ എണീറ്റ് പോയത്. ഈ മോൻ വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട് അവൻ നേരത്തെ ഇതിന് പോണ കാരണം നേരത്തെ കിടന്നുറങ്ങാറാ പതിവ്. വേറെ രാത്രി ഒരു യാത്രയും ചെയ്യാറില്ല. എപ്പോഴും വന്നിട്ട് ശാന്തിയായ കാരണം നേരത്തെ പുലർച്ചയ്ക്ക് എണീറ്റിട്ട് പോണ ഒരു ആളാണ്. പിന്നെ നോക്കുമ്പോ അറിയണത് അവനെ കൊണ്ടുപോയിട്ട് എന്താ പറയാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടാ. ഇല്ല, ഞങ്ങള് കണ്ടപ്പോഴല്ലേ, ഞങ്ങൾക്ക് കാണാൻ പറ്റണില്ല അതേ. ആ നിലയ്ക്കാണ് അവര് ഏതൊരു ഇതനായാലും ഇങ്ങനെ തോളത്ത് കൈയിട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടിക്കുക മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞ അതൊന്നും ചെയ്യാൻ പാടാത്തതാണ്. പോലീസുകാരറിഞ്ഞ എല്ലാവരും രക്ഷിക്കാനുള്ള ഒരാളാണ്.
അത് അവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അല്ലാത്തതുണ്ട്. ഇങ്ങനത്തെ ഒരു കുട്ടീനെയാണ് ചെയ്യണതേ. എന്തെങ്കിലും പൊട്ട സ്വഭാവമായിട്ട് നടക്കുന്ന കുട്ടികളൊക്കെ ചെയ്യാച്ച കുഴപ്പമില്ല. ഇത് എന്തെന്നാ പറയുക, അത്രയും നല്ലൊരു വ്യക്തിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടിച്ച് ചതയ്ക്കാന്നൊക്കെ ഇത് വീഡിയോ പുറത്തേക്ക് വരുമ്പോഴല്ലേ നമ്മൾ അറിയണത് ഈ നിലയ്ക്കാന്നൊക്കെ. ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും അവൻ ഒരാളോടും പറഞ്ഞില്ല. വീഡിയോ പുറത്തേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ മുഴുവൻ ഇങ്ങനെ മർദ്ദിച്ചിട്ടുള്ളത് അറിയുന്നത്. അവന് ചെവിയൊക്കെ ഒരു ഭാഗം കേൾക്കാൻ പറ്റാണ്ട് വേദനിച്ചിട്ടൊക്കെ ആയിരുന്നു. ഒരു സൈഡൊക്കെ വേദനയായിരുന്നു കുട്ടിക്ക്. സുജിത്ത് അവര് അകത്ത് കൊണ്ടുപോയിട്ട് നല്ലോണം അടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ കൊണ്ടുപോയിട്ടാണ് ഞങ്ങളെ എന്നിട്ടിട്ട് ചതച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു. എന്തുമാതിരി ഉപദ്രവിച്ചെന്നുള്ളതാണ്. അവർക്ക് ഇതേപോലത്തെ മക്കളാണ് അവർ ചെയ്യോ സമ്മതിക്കോ ഇങ്ങനെയൊക്കെ ഇടിക്കാന്ന് പറഞ്ഞാല് എന്ത് ഇടിയ മർമ്മത്തും മറ്റൊക്കെ അടിച്ചിട്ട് മുണ്ടൂറി മേടിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ വ്യക്തി ആളേനെ. ആരെയും ഇങ്ങനെ ചെയ്യരുത്. അത്രയും ഒരു നല്ലൊരു മോനാണ് അവൻ. എത്ര കഷ്ടപ്പെട്ടിട്ട് അത് നാട്ടുപണിക്കും വീട്ടുപണിക്കൊക്കെ പോയിട്ട് അത് അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവർക്കും അങ്ങനെയാണ് കേട്ടാ. അത് കാരണം കുട്ടി ഒരു പൊട്ടതിലേക്കും പോവില്ല. അങ്ങനത്തെ നല്ലൊരു മോനാണ് അവൻ. അമ്മ നാട്ടിലത്തെ ജോലികൾക്കൊക്കെ പോകും. നാട്ടിലത്തെ കൂലിപ്പണികള് അതെ. അല്ലാണ്ട് മക്കളിനെ വളർത്തണ്ടേ. അത്രയും കഷ്ടപ്പെട്ട് അമ്മ വളർത്തിണ്ടാക്കിയ മക്കളാണ്. എന്നിട്ട് നല്ല രീതി വളർത്തിയെടുത്തല്ലോ. അതെ അതെ. ഒരു ഇതിനും പോവാണ്ട് അതാണ്. അവരൊന്നും ഒരിക്കലും പോവില്ല. അത്രയും കഷ്ടപ്പെട്ട് വളർന്നിട്ട് വന്നുള്ള മക്കളാണ് അവരൊക്കെ. പിന്നെ അമ്പലവും ഭക്തിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. എവിടെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഓടിയെത്തണത് അവനാണ്. നല്ലതായാലും ഇതായാലും സഹായിക്കാനായാലും ആദ്യം എത്തുക സുജിത്ത്. ആർക്ക് വേണമെങ്കിലും അല്ല അങ്ങനെ പരസ്യം കാണുമ്പോഴേക്കും ഓടി ചെല്ലും അറിഞ്ഞിട്ട്. ബ്ലഡ് വേണമെന്ന് പറയുകയാണെങ്കിൽ അപ്പൊ ഓടി ചെല്ലും. ഒരാളെ ഒരു 10 പൈസ പോലും മേടിക്കില്ല. അതേപോലെയാണ് നമ്മുടെ ഏതാൾക്കാരാന്നൊന്നും നോക്കില്ല സഹായിക്കുക. അപ്പോഴേക്കും ആര് വിളിച്ചാലും അവിടെ എത്തിയിരിക്കും മൂപ്പര്. അവർക്ക് പറ്റില്ലെങ്കിൽ ആൾക്കാരനായിട്ട് പോയിട്ട് അതൊക്കെ ചെയ്ത് ശരിയാക്കിയിട്ടേ വരുള്ളൂ. മൂപ്പര് വീട്ടിലേക്ക് വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിപ്പോ പുറത്തേക്ക് വന്നപ്പോഴല്ലേ എല്ലാവരും അറിയണത്. ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയാം ഇങ്ങനെയൊക്കെയാണ് ഈ പോലീസുകാർ ചെയ്തുള്ളത്, ഇവ നല്ലൊരു വ്യക്തിയാണെന്നുള്ളത് കുറച്ച് ആൾക്കാർക്കല്ല അറിയുള്ളൂ. അറിയാത്ത കുറേ ആൾക്കാർ ഈ മീഡിയയിൽ ഈ ന്യൂസ് കാണുമ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഇത് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഉള്ളിൽ ഇവർ കൊണ്ടുപോയിട്ട് എന്താ ചെയ്തത്, ഇങ്ങനെ ഒരു മോനെ ചെയ്യാൻ പാടുണ്ട എന്നൊക്കെ. ഒരിക്കലും അവരെ ഇങ്ങനെ ചെയ്യരുത്. ആ നിലയ്ക്കാണ് ആ കുട്ടീനെ തള്ളി ചതച്ചിട്ട് കാണിച്ചു വെച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കേണ്ടതല്ലേ. അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ട് വളർത്തി ഉണ്ടാക്കിയിട്ട് ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ല അവ. ആ കുട്ടീനെയാണ് ഈ നിലയ്ക്ക് ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോ അവളുടെ കല്യാണമാണ് 15-ാം തീയതി. അതെ അതെ അതെ. ഞങ്ങൾക്കൊക്കെ ഉത്സവം തന്നെയാണ് ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ. സുജിത്തിന് നമ്മൾ ഇത്ര അധികം രൂക്ഷമായിട്ട് അവർ മർദ്ദിച്ചതെന്നുള്ള നമുക്കറിയില്ല. കുട്ടിക്ക് കുറച്ച് ദിവസം അങ്ങനെ വയ്യാതി നല്ല അടി കിട്ടി. പക്ഷേ അതിൻ്റെ രൂക്ഷത നമ്മൾ ഇത് കാണുമ്പോഴല്ലേ കാണിക്കുള്ളൂ. ഇവരൊക്കെ ശരിക്ക് ആൾക്കാർ ചെയ്യണം. അങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അത് വേണം. ഇത് ഒന്നിരത്തി എന്താ പറയുക, നിഷ്കളനം എന്ന് വെച്ചാൽ നിഷ്കളനം. ഒരു മദ്യം കഴിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ തൊട്ട വീട്ടുകാരനാണ് അവർ. ഇന്ന വരെ അവൻ മദ്യം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല. അങ്ങനത്തെ ഒരു കുട്ടിയല്ല. അത് കൂലിപ്പണിക്ക് അവൻ്റെ അമ്മ കൂലിപ്പണിക്ക് കഷ്ടപ്പെട്ട് വളർത്തില്ല. അപ്പോൾ അങ്ങനത്തെ എനിക്ക് പോണ ഒരു കുട്ടിയല്ല. എന്തൊരു കാര്യത്തിൽ നമ്മളൊന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വിളിക്കണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വരും. ആശുപത്രിക്ക് ആയാലും ബ്ലഡ് കൊടുക്കുന്ന കാര്യമായാലും സർവ്വസമ്മതനാണ് ഇവിടെ ഏതൊരാൾക്കും. ഞാൻ ഫുൾ ടൈം ജോലിക്ക് പോകണ ഒരാളാണ്. ഇവർക്ക് അറിയണ പോലെ എനിക്കറിയില്ല. ഞാൻ പിന്നെ ചെറുപ്പം തൊട്ട് കണ്ടതാണ്. പക്ഷേ നമ്മൾ കൂടുതൽ സമയം ജോലിക്ക് പോകണ കാരണം ഈ ഓണം വെക്കേഷൻ മാത്രമേ പേര് കാണുള്ളൂ. പക്ഷേ നമ്മൾ പറഞ്ഞും കേട്ട് അറിഞ്ഞാലാണ് ഈ പിള്ളേർ ഒട്ട സ്വഭാവത്തിലേക്ക് പോകണില്ല. ഈ ഇങ്ങനെയൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് ചെയ്യേണ്ടത് ആരെയാ? ക്രിമിനൽ കുറ്റവാളികൾ ഗുണ്ടകളൊക്കെ അവർ ചെയ്യോ? പോലീസുകാർ ചെയ്യോ? എന്താ അവർ ചെയ്യാത്തത്? അവർ വീട്ടിലവർ പണി കിട്ടും. ഇവരാകുമ്പോൾ ഇവർ മിണ്ടാത്ത പ്രാണികളെ തള്ള പോലെയല്ല ഇപ്പോൾ ചെയ്ത് ഇപ്പം തിരിക്കില്ലെന്ന് ഇത്രയും അവനെ കാശ് കൊടുത്ത് തീർപ്പാക്കാൻ അവർ ശ്രമിച്ചിടും. ആ കുട്ടിയെ അതിന് ശ്രമിച്ചില്ല. അതാണ് ഒരു ലോകത്തിൻ്റെ പാടാ, നാടിനൊരു പാടാ അത് അല്ലേ. അത്രയും കാശ് അവർ കൊടുത്തു. അപ്പം ഇത് ഇനി അവർ കൊടുക്കാന്നാ മധ്യസ്ഥർ ഇറങ്ങിയിട്ട് പറഞ്ഞല്ലോ അവനോട്. അപ്പം അതിനൊന്നും കീഴ്പ്പെട്ടില്ല. അതിനെ പറ്റിയ ഒരു പൊട്ട കാര്യം ആരും ഇവിടെ പറയില്ല. അത്ര നല്ലൊരു കുട്ടിയാണ്. ലോകത്തിലൊരു പാഠമായി. അതെ അതെ അതെ. വീണ്ടും ഈ ആക്രമണം കൂടുതലുള്ളൂ. കുറച്ച് കാശ് വായിക്കാലും ഇത് ലോകം അറിയില്ലല്ലോ, അറിയോ? അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ചെയ്യേണ്ട ആൾക്കാർ വേറെ ഇത്രയും ക്രിമിനൽ കുറ്റം കൊണ്ട് ചെയ്തിട്ട് ഒരു കാര്യം ചോദിച്ചാൽ അപ്പോൾ നമ്മളായാലും കൂട്ടുകാരാകുമ്പോൾ ചോദിക്കില്ലേ എന്തിനാണ് വേറെ കൊണ്ടുവന്നത്? ആരും ആൾക്കാർ ഒരു കാര്യമില്ലേ. ഒരാൾക്ക് ശല്യമായിട്ട് ചെയ്തിട്ടുണ്ടല്ല. സംഭവം ഈ കാലഘട്ടത്തിൽ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. ബീറൊക്കെ കഴിക്കും. അതിന് ഈ പിള്ളേർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്തുള്ളത്? അവർക്കും മക്കളില്ലേ? അവർക്കും ഇനി കുട്ടിക്ക് ഇനിയും ജീവിക്കണ്ടേ? തീർച്ചയായിട്ടും.
ഇങ്ങനെയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ തീവ്രത ഇന്ത്യയിൽ കാണുമ്പോഴാണല്ലോ പോലീസുകാർ കുറച്ച് ദിവസം ഹോസ്പിറ്റലായിരുന്നു ചെവിടിൻ്റെ ഒരു ഭാഗം വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളതിൻ്റെ തീവ്രത അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഇത് കാണുമ്പോഴാണ് അറിയണത്. ഇതുപോലെ തന്നെ എല്ലാവരും സ്ഥിതി. എന്തൊരു കാര്യത്തിൽ നമ്മളതിനെ ധൈര്യപ്പെട്ടതിന് സ്റ്റേഷനിലേക്ക് പോവുക. കാശ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അങ്ങോട്ട് ഇത്ര എന്തെങ്കിലും പറഞ്ഞ് ഒരു ജാതി പണിയെല്ലാം ചെയ്യുക. അപ്പോൾ എന്ത് കാര്യത്തിൽ നമ്മൾ സ്റ്റേഷനിലേക്ക് പോവുക. അവർ നമ്മളെ രക്ഷിക്കേണ്ട ആൾക്കാരല്ലേ, ശിക്ഷിക്കേണ്ട ആൾക്കാരല്ലോ. തെറ്റ് കണ്ടാൽ ശിക്ഷിക്കണം, തെറ്റ് ചെയ്തവരെ. അല്ലാത്തവരെ ശിക്ഷിക്കുന്നത് ശരിയല്ല, ഇത് ശരിയായ നടപടിയല്ല. ഇപ്പൊ ജനമൈത്രി പോലീസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി അതുകൊണ്ട് കാര്യമില്ല, പേരിൽ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇതിപ്പോൾ പക്ഷപാതം പറഞ്ഞിട്ട് പാർട്ടി പറഞ്ഞിട്ടല്ല. ഇത് ഒരു പൂജ നടത്തുന്ന പൂജാരി, അമ്പലത്തിലെ പൂജാരിയാ ഈ കുട്ടി. അല്ലാതെ ഈ ഒട്ട സ്വഭാവത്തിന് നടക്കുന്ന ഒരു കുട്ടിയല്ല. ഈ അക്രമങ്ങളല്ല, ചരട് മാല കഴിക്കുന്നുണ്ടല്ലോ, കഴുത്തിൽ കിടന്നിട്ട് മാലയൊക്കെ അയച്ച് മാറ്റേണ്ടവർ. അതിന് മാത്രം എന്ത് തെറ്റ ഈ കുട്ടി ചെയ്ത് അത് മനസ്സിലാക്ക് സാറേ. അവര് അതിന് മാത്രം എന്ത് തെറ്റ അവർ ചെയ്ത്, അതിന് മാത്രം തെറ്റുന്ന കുട്ടി ചെയ്തിട്ടില്ല. ചെയ്യേണ്ട അങ്ങനെ ചെയ്തവരെ ചെയ്യണം, അത് സത്യമാണ്. പക്ഷെ അതല്ലോ ചെയ്യണം. ഒന്നും അറിയാത്ത പിള്ളേരെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മൾ നാട്ടുകാർ ഇത് അതിൻ്റെ തീവ്രത പിള്ളേരാണത്. ഇതിങ്ങനെ പുറത്ത് വന്നിട്ട് ഇത് അറിയില്ലല്ലോ. അതെൻ്റെ കാര്യം. അമ്മ നാട്ടുകാരുടെ പണിക്ക് വീട്ടു പണിക്കും കൂലിപ്പണിക്ക് പോയിട്ട് വളർത്തിണ്ടാക്കുന്ന കുട്ടികളാണ്. അത്ര കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കുന്ന കുട്ടികളാണ് അവരെന്നെ സ്ഥലം 2 സെൻറ്റ് സ്ഥലം മേടിച്ച് അതിൻ്റെ ഉള്ളിൽ വീട് വെച്ചിരിക്കണേ. 2 സെൻറ്റ് സ്ഥലത്തിലാണ് വെച്ചിരിക്കണേ. 2-3 സെൻറ്റ് ഉള്ളൂ, അതിലപ്പുറം ഉണ്ടാവില്ല. അത് അത്രയും കഷ്ടം ബാങ്ക് ഇത് ഈ സൊസൈറ്റി ലോണൊക്കെ എടുത്തിട്ട് അങ്ങനെ വീട്ടുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി ഈ പിള്ളേർ പണിക്ക് പോയിട്ടുണ്ടാകും വീട്ടിലൊക്കെ. അല്ലാതെ കാശുള്ളവരോ എന്നിട്ടും ഇങ്ങനെ ആ അവരുടെ ഇതിൽ കുടുങ്ങിയില്ല. അത്രയും കാശ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പാവങ്ങളാകുമ്പോൾ ആരും ചിലപ്പോൾ അതിൽ അടിമപ്പെടും. എന്നാലും അവ അതിൽ ഇതായില്ല, അവരെ ഇതിന് മനസ്സ് കൊടുത്തില്ല. അതിന് സത്യസന്ധത ഇപ്പോഴെല്ലാവരും സാറേ. നമ്മളിത് എന്താ പോലീസുകാരുടെ അടി കിട്ടിയാ ഇപ്പോൾ കേസായി അത്രയും നമ്മളെ കരുതിയിട്ടുണ്ടാണല്ലോ. ചെവിടിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെവിടി സൈഡ് കേൾക്കുന്ന ഡ്യൂട്ടി കുറേ ദിവസം ആശുപത്രിയിൽ കയറണം, ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സത്യാവസ്ഥ എന്താ നമ്മൾ അറിഞ്ഞിരുന്നില്ല കറക്റ്റായിട്ട്. ഇപ്പോഴല്ലേ അറിയണത്. എല്ലാവരും എന്താ ചെയ്യുക, കുറച്ച് ഇങ്ങനെ ആയി ഞാൻ കിട്ടുന്ന കാശ് മേടിച്ചിട്ട് അത് ദീർഘ ചെയ്യുക. അതിന് മുമ്പ് തീർന്നില്ല. അത് നല്ല മനസ്സിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് അവനെ. തീർച്ചയായിട്ടും അതെ. ഒരു നോക്കം കണ്ടുള്ളവര് എനിക്ക് കാണാൻ വയ്യാതൊന്നും അടിക്കണേ ഒന്നും കാണാൻ വയ്ക്കുന്നില്ല. അടിക്കുന്ന കാണാൻ പറ്റിയല്ലേ? വിഷമാ, സങ്കടം വരിക. പിന്നെ ഉറക്കത്തിൽ ഇപ്പൊ ഇങ്ങനെ അവരെ അടിക്കുന്നത് ഇങ്ങനെ കാണാനാണ്. അത്രയും സ്നേഹിച്ച് ഞങ്ങൾ അവിടെ അമ്പലത്തിലെ കാര്യങ്ങൾക്ക് കൊണ്ടാടുന്നുണ്ടാ. എന്തെങ്കിലും കൊടുക്കാനും മുറടിക്ക് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും ഒക്കെ ചെയ്യും. നമ്മുടെ വീട്ടിലൊരു കുട്ടി പോലെ. അപ്പോൾ വയ്യാതെ ഒന്ന് കയ്യേപ്പം കുറ്റപ്പം ഒന്ന് കാണണമെന്ന് തോന്നിയിട്ട് പോകുന്ന. ഇങ്ങനെ കുറ്റങ്ങൾ ചെയ്യാതെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ പോലീസുകാരൊക്കെ. അവരെ നമ്മളൊക്കെ ഇപ്പോഴത്തെ പറയും വയസ്സായി, എനിക്ക് 78 വയസ്സായി. അവരൊക്കെ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്നാ ചെയ്യട്ടെ. കുഞ്ഞിലെ മുതലേ അറിയാം വളരെ കുഞ്ഞിലെ മുതലേ. അവൻ 10-ൽ 9-ൽ പഠിക്കുമ്പോൾ അവിടെ വന്നിട്ടാ അമ്പലത്തിൽ വന്നു. അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ ആയിട്ട് വേറെ ശാന്തി അതിൻ്റെ കൂടെ ആയിട്ട്. പിന്നെ അവിടെ ഞങ്ങളായിട്ട് വലിയ അടുപ്പായി. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ താഴെ ഒരു മോനും ഏതാണ്ട് അവൻ്റെ ഒക്കെ ചായന. അപ്പോൾ എനിക്ക് അവനൊക്കെ ഉണ്ട്. അവൻ ഉയരം വെച്ചു. ഇപ്പോൾ 10-ലല്ലേ, അവന് ഉയരം കുറച്ച് അതേപോലെ ഉയരമില്ലാന്ന് മാത്രമേ ഉള്ളൂ. പിന്നൊക്കെ അവന് ആ കണ്ടെത്തിക്ക് നല്ല ഇഷ്ടം അവന്. അങ്ങനെ അവൻ അടുത്തത്. അത് ജയിലിലൊക്കെ വന്നിട്ട് അവൻ ഈ ഉഴിച്ചിലൊക്കെ കുറെ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വന്നു. അമ്മ വിഷമിച്ചിട്ട് ഇരിക്കല്ലേ ചേച്ചിട്ടൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും പറയില്ല. അങ്ങനെ അതും പറഞ്ഞു പിന്നെ കുറച്ചൊക്കെ. അധികമൊന്നും തള്ളാരോട് പറയില്ല, വയസ്സായവരോട്. അവർ വിഷമിക്കല്ലേ. എനിക്കറിയാറുണ്ട്. അപ്പോൾ ഒന്നും കാണാൻ കല്യാണം ഇത് നേരം പൊട്ടിക്കാനൊന്നും പറയാൻ വെച്ചാൽ കല്യാണത്തിൽ എൻ്റെ മൂത്തവൻ മരിച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. കുറച്ച് 10-12 മാസമായി. അപ്പോൾ ഞാൻ പിന്നെ എവിടേക്കും പോകാറില്ല കല്യാണം. ഞാൻ വരില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് പറ്റിയപ്പോഴേക്കൊന്നും കാണുന്നതാണ് തോന്നി. 20 ലക്ഷം രൂപ തരാമെന്ന് നമുക്ക് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. നമ്മതനുസരിക്കുന്നതല്ല. ഈ കാരണങ്ങളെ ഇനി മേലാൽ ഒരാൾക്കും ഇതേമാതിരി അനുഭവം ഉണ്ടാവാൻ പാടില്ല കുന്നോളം സ്റ്റേഷനിൽ. കുന്നോളത്ത് മാത്രമല്ല, കേരളത്തിൽ എവിടെയെങ്കിലും ഇതേമാതിരി അനുഭവം ഉണ്ടാവാൻ പാടില്ല. എന്നോട് സംസാരിക്കില്ല. നമ്മൾ പാർട്ടിയിൽ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അവൻ സംസാരിക്കും. സുഖമില്ല എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും സുഖമായിട്ട് ഇരിക്കാൻ പറ്റുക. മുട്ട് കൈ കൊണ്ടൊക്കെ ഇടിച്ചിട്ട് വാരിക്കിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മൾ ശരിക്കും CCTVയിൽ കാണാവുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പുറമെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാലോ ഈ ഇടിയുടെ കാര്യങ്ങളൊക്കെ. പിന്നെ അവരടുത്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെ ഒരുത്തനായാലും നമ്മൾ പണിയെടുത്ത് തിന്നാൻ പിന്നെ പറ്റില്ല. പറഞ്ഞ ഇത് പിടിച്ച് അവനെ ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് കാലം കഴിഞ്ഞ് ആ കുട്ടിക്ക് വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ഒരു കൊച്ചു പയ്യനാണ് കൊച്ചു പയ്യനാണോ അല്ലേ? ആ ഇല്ല അങ്ങനെ തലക്കാലമായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ CPM ഭരണമാണല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ എന്തെങ്കിലും ചെന്നാൽ നമുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ നമ്മൾക്ക് നമ്മുടെ നല്ല ആൾക്കാരുണ്ട്, സ്റ്റേഷനിൽ നല്ല ഇത് ചെയ്തവരുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ നല്ല ആൾക്കാർ ചെന്നാൽ നമ്മളടുത്ത് ചെന്നാൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരൊക്കെ ചെയ്തു തരും. ഇത് ഭരണം മാറി വരുന്ന സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ആ സാഹചര്യം അനുസരിച്ചിട്ട് നല്ലവർക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പിന്നെ AC മൊയ്തീൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യങ്ങൾക്ക് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അയാളൊന്നും ഒരു MLA എന്നുള്ള കണ്ടീഷൻ അനുസരിച്ചിട്ടൊന്നും നമുക്കൊന്നും ഒരു കാര്യം ചെയ്തു തരില്ല. മനസ്സിലായ അവരുടെ പാർട്ടിക്കാരാണ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് നവർമേൻ്റെമാര് തള്ളിക്കളയാ സാധാരണ പതിവ്. അങ്ങനത്തെ ആളിപ്പിനെ ഇവിടെ ജയിച്ചിട്ടെന്ന കാര്യം അതും വേണ്ടി നമ്മൾ ആലോചിക്കുക. പക്ഷെ ഇവിടെ ജയിച്ചു, 2 പ്രാവശ്യം ജയിച്ചു, 2 ടൈം ജയിച്ചു, പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലേ നമ്മൾ ജയിച്ചിട്ട് കാര്യമുള്ളൂ. അതല്ലാതെ വെറുതെ നമ്മളൊരാൾ MLA വന്നതിന് ശേഷം എന്ത് കാര്യം നമുക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാച്ചെങ്കിൽ പിന്നെ എന്ത് വന്നിട്ട് എന്താ കാര്യം? ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് കണ്ടത് CCTV ഉള്ള കാരണമല്ല ഇപ്പം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റിയത്. CCTV ഇല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാണാൻ പറ്റില്ലല്ലോ. കാണാൻ പറ്റാത്ത സ്ഥലത്ത് കൊണ്ടിട്ട് അവർ കൈകാര്യം ചെയ്തു എന്നല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, കാണാൻ പറ്റില്ലല്ലോ. ഇപ്പം ഉണ്ടായി തന്നെ അവർ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഒരാളെ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ജീപ്പിലിട്ടിട്ട് ഇടിച്ചിട്ടാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക സാധാരണ. അങ്ങനെ ചെയ്യും. അല്ലാതെ ശരിയായിട്ടുള്ള രൂപത്തിൽ കൂടെ ഒന്നും സ്റ്റേഷനിൽ കൊണ്ടിട്ടൊന്നും അവർ ഇടിക്കാൻ പറ്റപ്പത്. പ്രത്യേകിച്ച് CCTV ഉള്ള കാരണം അങ്ങനെയാണ്. അല്ലെങ്കിൽ തന്നെ ജീപ്പിൽ അവർ കയറ്റി കഴിഞ്ഞാൽ തന്നെ മര്യാദയ്ക്ക് അടിച്ച് ജീപ്പിൽ കയറ്റുമ്പോൾ തന്നെ ഷർട്ടൊക്കെ കംപ്ലീറ്റ് പൊളിഞ്ഞ് ആകെ പോയില്ലോ. ഷർട്ട് വരില്ല. അവിടെ ചെന്നപ്പോൾ മാല ഉരിക്കാൻ പറഞ്ഞു, ഇത് ഉരിക്കാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഉരിക്കാൻ പറഞ്ഞല്ലോ. എന്നിട്ടാണ് ഇടിക്കണതേ. ഒക്കെ നമുക്ക് ശരിയായിട്ട് CCTV വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ വരെ നമുക്ക് കാണാൻ പറ്റാവുന്നൊരു സാഹചര്യമാണല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? അവർക്കില്ല, അമ്മയും അങ്ങന്മാരും മക്കളൊക്കെ ഇല്ലേ? തീർച്ചയായിട്ടും അവർക്ക് ഇല്ലാതെ ഇതുമാരൊക്കെ ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇതിലാണെങ്കിൽ സ്വന്തത്തിലൊരു ആളാണെന്ന് വെച്ചെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമോ?